നമസ്കാരം. വിവാദങ്ങളും വിഷയങ്ങളും മാറി മാറി വരുന്നതിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പടി കേസ് ആരും അറിയാതെ ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു മുഖ്യമന്ത്രി കഴിവിൽ പരമാവധി ശ്രമിച്ചത്. പക്ഷേ ഇതൊന്നും ഫലം കാണില്ല. ലാവ്ലിൻ കേസ് തള്ളി നീക്കും പോലെ മാസപ്പടി കേസും തള്ളി നീക്കാമെന്നതാണ് മുഖ്യന്റെ കണക്കുകൂട്ടലെങ്കിൽ പോലും അതൊന്നും സാധ്യമാകില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പിണറായി വിജയനും മകൾ വീണ വിജയനും അഴിമതിയുടെ പടുകുഴിയിൽ തള്ളിയിട്ടിരിക്കുന്ന മാസപ്പടി കേസിൽ വീണ്ടും നടപടി ഉണ്ടാകുകയാണ്. കേസിൽ പുതിയ നടപടിയെടുത്ത SFIO രംഗത്തെത്തുന്നു എന്നതാണ് വിവരം. ആരോപണ വിധേയമായിട്ടുള്ള കരിമണൽ കമ്പനി ഉദ്യോഗസ്ഥർക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹാജരാകണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡയറക്ടർ ഉൾപ്പെടെ 8 പേർക്കാണ് ഇപ്പോൾ SFIO സമൻസ് നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി ഈ മാസം 28, 29 തീയതികളിൽ ചെന്നൈ ഹാജരാകണം എന്നതാണ് നിർദ്ദേശം. വീണയുടെ ഉടമസ്ഥതയിലുള്ള ഹെക്സാലോജിക് സൊല്യൂഷൻസ് ചെയ്യാത്ത സേവനത്തിന് CMRL കമ്പനി പ്രതിഫലം നൽകി എന്നതാണ് മാസപ്പടി കേസിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിലാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന SFIO അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഷോൺ ജോർജ് നൽകിയിട്ടുള്ള പരാതിയെ തുടർന്ന് അന്വേഷണം SFIOക്ക് കൈമാറി. പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസിയാണ് SFIO എന്നുള്ളതാണ്. കോർപ്പറേറ്റ് മന്ത്രിസഭയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയിട്ടുള്ള 6 അംഗ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കുടുങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. ചെയ്യാത്ത ജോലിക്ക് അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം കിട്ടിയ പണമാണോ ഇത് എന്ന സംശയം ശക്തമാകുന്നതിനിടെയാണ് മറ്റു പല വിഷയങ്ങൾ ഉയരുന്നതും പിന്നീട് ഈ മാസപ്പടി കേസ് മാധ്യമങ്ങൾ പോലും മറന്നതുമില്ല. എന്നാൽ മാധ്യമങ്ങൾ മറന്നാലും അന്വേഷണ സംഘം ഈ മാസപ്പടി കേസ് മറക്കില്ല എന്നും അതിന്റെ നടപടികൾ തുടരുകയാണ് എന്നതും വ്യക്തമാകുകയാണ്. എന്തായാലും മാസപ്പടി കേസിൽ മുഖ്യന്റെ മകൾ കുടുങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയും അതിൽ പ്രതിയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം വീണ വിജയന് പണം വന്നത് മുഖ്യമന്ത്രിയുടെ പേരിലായിരിക്കാം എന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ പല റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്.